As a pediatrician, these things are not recommended in children under 1 year of age. These are not my personal choices. These are based on scientific explanation. Number 1. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തേന്, വയമ്പ്, സ്വർണം എന്നിവ കൊടുക്കുന്നത് ജനിക്കുന്ന സമയത്തും 28-56 സമയത്ത് ചടങ്ങെന്നുള്ള രീതിയിൽ കൊടുക്കുന്നതും ഈവൻ ഒരു തുള്ളി തേനാണെങ്കിൽ പോലും 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് റെക്കമെൻഡഡ് അല്ല. കാരണം തേനിൻ്റെ അകത്ത് വരുന്ന അണുബാധ ബോട്ടുലിനിസം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രീ ലാക്ടേൽസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വഴി അത് കുഞ്ഞുങ്ങളുടെ വിശപ്പിനെ ശമിപ്പിക്കുകയും കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കാൻ മടി കാണിക്കുകയും അത് ഫീഡിനെ ബാധിക്കുകയും ചെയ്യുന്നു. സെക്കൻഡ് തിങ്, കുഞ്ഞുങ്ങളിൽ പൗഡർ ഉപയോഗിക്കുന്നത്. ടാൽക്കം പൗഡർ കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കുന്നത് അബ്സല്യൂട്ട്ലി കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഡെർമറ്റോളജി പ്രോബ്ലംസും റെസ്പിറേറ്ററി ഇഷ്യൂസും വരുത്താൻ സാധ്യതയുണ്ട്. 3, കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഫ്രൂട്ട് നിബ്ലേഴ്സ് വെച്ച് കൊടുക്കുന്നത്, അതോടൊപ്പം പാസിഫയേഴ്സ് വെക്കുന്നത്. ഫ്രൂട്ട് നിബ്ലേഴ്സും പാസിഫയേഴ്സും ബെറ്റർ നോട്ട് ടു യൂസ് ബിക്കോസ് അത് കുഞ്ഞുങ്ങളുടെ ഓറോഫേഷ്യൽ മാക്സിലറി കോംപ്ലക്സ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് അത് ഒരു ഹാബിറ്റ് ഫോർമേഷൻ ആകുകയും അത് ലേറ്റർ അത് കുഞ്ഞുങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെവിക്ക് ഇൻഫെക്ഷൻസും അങ്ങനെ പല ഇഷ്യൂസ് വരുത്താനും ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 4, കുഞ്ഞുങ്ങൾക്ക് വാക്കർ ഉപയോഗിക്കുന്നത്. നടന്നു തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വാക്കർ വെച്ച് കൊടുക്കുന്നത് വഴി അത് കുഞ്ഞുങ്ങളുടെ മസിലിൻ്റെ പവറിനെ ബാധിക്കുകയും അത് പിന്നീട് അവർക്ക് നടക്കാൻ പ്രയാസം വാക്കിംഗ് ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. 5, കുഞ്ഞുങ്ങളെ സ്ക്രീൻ ടൈം കാണിച്ച് ഭക്ഷണം കൊടുക്കുന്ന രീതി. ഐ തോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റീസെൻ്റായിട്ട് കേരളത്തിൽ വന്നൊരു സ്റ്റഡിയെക്കുറിച്ച് അറിയാവുന്നതാണ്. സ്ക്രീൻ ടൈം കാണിച്ച് മക്കളെ ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. നോർമലായിട്ട് ഫുഡ് കഴിക്കാൻ അവർ പഠിക്കില്ല. അവർ വയററിയാതെ ഫുഡ് കഴിക്കുകയും മുമ്പോട്ട് പോകുമ്പം അത് മൾട്ടിപ്പിൾ ഇഷ്യൂസ് വരുത്തുകയും ചെയ്യുന്നു. സ്ക്രീൻ ടൈം റെസ്ട്രിക്റ്റ് തന്നെ ചെയ്യണം ബിക്കോസ് അത് കുഞ്ഞിൻ്റെ സോഷ്യൽ, ഇമോഷണൽ, ബിഹേവിയറൽ, ലേണിംഗ് ഇഷ്യൂസിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു.